ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് കാരണമാണ് ചേച്ചിയമ്മയ്ക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നതെന്നും സത്യയെ അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവനെ തല്ലിയത്, അല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? സത്യയെ കുറിച്ച് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞത് എന്തിനാ? അതുകൊണ്ടല്ലേ ഞാൻ അവനെ തല്ലിയത്. എന്തായാലും ഞാൻ തല്ലിയതിന്റെ പേരിലല്ലേ ചേച്ചിയമ്മ വഴക്ക് കേൾക്കേണ്ടി വന്നത്. അച്ഛൻ പറഞ്ഞു ചേച്ചിയമ്മയെ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന്. എന്തെങ്കിലും ഒരു കാരണം കാണാൻ കാത്തിരിക്കുകയായിരുന്നു സത്യമ്മ ചേച്ചിയമ്മ വഴക്ക് പറയാൻ. ഞാൻ കാരണല്ലേ ചേച്ചിയമ്മയ്ക്ക് വഴക്ക് കേട്ടത്. അതുകൊണ്ട് എന്തായാലും ചേച്ചിയമ്മയെ ഇപ്പൊ തന്നെ കണ്ട് മാപ്പ് പറയണം. ഇപ്പൊ സമയമായതുകൊണ്ട് ആരും എന്നെ തൽക്കാലം അന്വേഷിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയി മാപ്പ് പറഞ്ഞിട്ട് വരാം എന്ന് മനസ്സ് ചിന്തിച്ച് വേഗം വീട് വിട്ടിറങ്ങുന്നു പപ്പി. കുറച്ചു ദൂരം പപ്പി അങ്ങ് പോയി കഴിയുമ്പോഴാണ് അവിടെ കമലൻ തന്റെ സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് നേരെ തിരിഞ്ഞു നോക്കുമ്പോ പപ്പിമോള് അതിലെ നടന്നു വരുന്ന കാഴ്ച കണ്ടു. ഉടനെ കമലിനെ ആലോചിച്ചു, അല്ല അത് പപ്പിമോളല്ലേ വരുന്നത്, പപ്പിമോൾ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ആലോചിച്ചുകൊണ്ട് വേഗം കമലൻ പിന്നാലെ ചെന്നു മോളെ പപ്പി പപ്പി എന്ന് വിളിച്ചതും കമലിനെ കണ്ട ഉടനെ തന്നെ പപ്പി ഒന്നും മിണ്ടാൻ നിൽക്കാതെ വേഗം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കമലിന്റെ മുന്നിൽ നിന്ന് പപ്പിമോൾ ഓടി പോകുന്നത് കണ്ട് മോളെ പപ്പി എന്ന് വിളിച്ച് കമലൻ പിന്നാലെ ഓടി വരുമ്പോഴേക്കും പപ്പിമോള് വേഗം ഓടി വന്ന് അതിലെ ഇടവഴിയിലൂടെ ചാടി വന്ന ഒരു ചെന്നപ്പെട്ടു. കൃത്യമായി തന്നെ ആ ജീപ്പിൽ ചെന്ന മുഖമിടിച്ച് പപ്പിമോൾ നിലത്തേക്ക് വീണു. ജീപ്പുകാരൻ വേഗം വണ്ടി നിർത്തിയതും പപ്പിമോൾക്ക് ആക്സിഡന്റ് ഉണ്ടായത് കണ്ട് കമലൻ വേഗം പിന്നാലെ ഓടി വന്ന് മോളെ പപ്പി എന്ന് ഉറക്കെ വിളിച്ച് പപ്പിമോൾ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും ആ വണ്ടിക്കാരൻ വേഗം തന്റെ വണ്ടി റിവേഴ്സ് എടുത്ത് ആളുകളുടെ ബഹളത്തിനൊന്നും നിൽക്കാതെ വേഗം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ വണ്ടി എടുത്ത് പോയി കഴിയുമ്പോഴേക്കും കമലൻ അവിടെ പപ്പിമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ പപ്പി പപ്പി എന്ന് ഉറക്കെ നിലവിളിക്കുന്നത് കണ്ട് അവിടേക്ക് ആളുകൾ തടിച്ചുകൂടി. ഉടനെ അതുവഴി ഒരു വണ്ടി വന്നത് ആൾക്കാരും കമലിനും കൂടി വേഗം ആ വണ്ടിക്കാരനെ പിടിച്ചു നിർത്തി. ചേട്ടാ, ഒരു കുട്ടിയെ ആക്സിഡന്റ് ആയി, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ചേട്ടാ, ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചതും അതിനെന്താ വണ്ടിയിൽ കയറ്റിക്കോ എന്ന് അയാൾ അറിയിച്ചു. ഉടൻ തന്നെ കമലൻ കുഞ്ഞിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി കുഞ്ഞുമായി കമലൻ പോകുന്നതിനിടയിൽ മോളെ പപ്പി പപ്പി എന്ന് വീണ്ടും വീണ്ടും കമലൻ പപ്പിമോളെ വിളിച്ചുകൊണ്ടിരുന്നു. ബോധമുണരാത്തത് കണ്ട് കമലിനാകെ ടെൻഷനായി. ഉടനെ കമലൻ തന്റെ ഫോൺ എടുത്ത് ആശാനെ വിളിച്ചു നോക്കി. പക്ഷേ വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോള് പോകാത്തത് കൊണ്ട് ആകെ നിരാശയോടെ കോള് കട്ടായി. വീണ്ടും കമലൻ പപ്പിമോളെ വിളിച്ചു നോക്കുന്നു. അപ്പോഴാണ് അവിടെ സത്യഭാമയുടെ വീട്ടിൽ രോഹിത്തും എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോ രോഹിത്ത് പിള്ളാശൻ പറഞ്ഞു കൊടുത്ത ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേറിനരികിലേക്ക് എത്തി ശ്യാമ വിളിച്ചു ചോദിച്ചത്, പപ്പിമോളെ കണ്ടോ, മോളെ രോഹിത്ത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, മോള് മുകളിൽ എവിടെയെങ്കിലും കാണുമല്ലോ, എന്താ ശ്യാമേ എന്ന് അന്വേഷിച്ചപ്പോ ശ്യാമ പറഞ്ഞു, ഇല്ല രോഹിത്തെ, മുകളിലെങ്ങും ഇല്ല, ഞാൻ നോക്കിയിട്ടാ വരുന്നത്, അവിടെ എങ്ങും മോളില്ല എന്ന് പറഞ്ഞു. ഇല്ലെന്നോ, പിന്നെ ഇവിടെ പോകാൻ എന്ന് രാഘവനാർ വേഗം ചാടി എഴുന്നേറ്റ് ചോദിച്ചു. അല്ല, ഒരു കൊച്ചിനെ നോക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലേ, അവൾ ഇവിടെ തന്നെ ഉണ്ടാകും, എവിടെ പോകാനാ, പിള്ളേ താനോടെ പുറത്തിറങ്ങിയൊന്ന് നോക്കിയേ, അവിടെ എവിടെയെങ്കിലും മോള് നിപ്പുണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞ് പിള്ളേച്ചനും പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞനുസരിച്ച് അകത്ത് എല്ലായിടത്തും നോക്കുകയാണ് പൊന്നി. അവിടെ എങ്ങും തന്നെ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് പൊന്നിയും ഓടി വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇവിടെ അകത്തെങ്ങും ഇല്ല. അവസാനം എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ എന്താ പ്രശ്നം, എല്ലാവരും എന്തെങ്കിലും ആദ്യം പിടിച്ച് നിൽക്കുന്നത്, ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ഉടനെ സത്യഭാമ ചോദിച്ചു, എന്താന്നല്ലേ ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടോ ഇല്ലേ, ഇനി അത് ഞാൻ അറിയാൻ പാടില്ലാത്തതാണോ എന്ന് സത്യഭാമ ദേഷ്യത്തോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമയുടെ അരികിലേക്ക് സത്യഭാമ വന്നിട്ട് ചോദിച്ചു, എന്താ ശ്യാമേ, എന്താടി പ്രശ്നം? ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, മോളെ കാണാനില്ല. അത് കേട്ടതും സത്യഭാമയ്ക്ക് ആ ദേഷ്യമായി. കാണാനില്ലെന്നോ, അവൾ എവിടെ പോകാനാ എന്ന് സത്യഭാമ അന്വേഷിച്ചു. ഇവിടെ എങ്ങും തന്നെ മോളെ കാണുന്നില്ല എന്ന് ശ്യാമ പറഞ്ഞതും സത്യഭാമ ഉടനെ ദേഷ്യപ്പെട്ടു. അതെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാതൊരു പേടിയോ ഒന്നും ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന ശീലമാണല്ലോ ഉള്ളത്. ഈ പുറത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്, ഇനി എങ്ങോട്ടാ പോയതെന്ന് ആർക്കറിയാം, അങ്ങനെയാണല്ലോ ഇപ്പൊ അവളുടെ സ്വഭാവം, അങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ആകെ വിഷമത്തോടെ ശ്യാമ നോക്കി. ഉടനെ സത്യഭാമ ചോദിച്ചു, അല്ല നിങ്ങൾക്കൊക്കെ പിന്നെ എന്താ ഇവിടെ ജോലി, ഒരു കൊച്ചിനെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ, എന്നും പറയുന്നതല്ലേ കൊച്ചിനെ നോക്കണമെന്ന് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, സത്യാമ്മേ, മോൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ റൂമിൽ ചെന്ന് നോക്കിയിട്ട് അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞതും എന്തായാലും വേഗം നോക്കിക്കേ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടാകും, അതാണല്ലോ സാധാരണ നടക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഉടനെ സത്യഭാമ അതേ വായിൽ തന്നെ ശ്യാമയോട് പറഞ്ഞു, ഇനി അഥവാ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നും അറിയത്തില്ല, രാത്രി കാലങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്ന ശീലമാണല്ലോ ഉള്ളത്. ഉടനെ അവിടേക്ക് വിഷ്ണു ബഹളം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നു. എന്താ ഇവിടെ പ്രശ്നം, എന്താ, വീണ്ടും വഴക്കായോ എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു,
അവിടെ നിന്ന് രോഹിത് വിഷ്ണുവിനെ വിളിച്ചു പറഞ്ഞു, വിഷ്ണു ബ്രോ പപ്പിമോളെ കാണാനില്ലെന്ന്. അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടി. കാണാനില്ലെന്നോ? അത് അവളിവിടെ പോകാനാ? അവളിവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇവിടെ എല്ലായിടത്തും നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണുവും വേഗം അന്വേഷിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. എല്ലായിടത്തും പരതിയിട്ടും അവിടെ എങ്ങും മോളെ കാണാത്തത് കൊണ്ട് സത്യഭാമ പറഞ്ഞു, അതെ ശരിക്കും നോക്ക് എവിടെയാ പോയിട്ടുണ്ടാവുക എന്ന്. അന്ന് പോലീസ് കേസ് ആയത് കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടോ? പലതവണയായി ഇപ്പൊ ഇങ്ങനെ. ഇനി പോലീസ് ഇങ്ങനെ ഒരു കേസ് കൂടി കിടക്കുന്നത് കൊണ്ട് അവരോട് പറഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങളുടെ മോൾക്ക് ഇത് തന്നെയാണോ ജോലിയെന്ന്. അതുകൊണ്ട് എന്തായാലും എല്ലായിടത്തും ഒക്കെ ഒന്ന് അന്വേഷിക്കുക എന്ന് സത്യഭാമ വിഷ്ണുവിനോടും അറിയിച്ചു. ഉടനെ എല്ലായിടത്തും നോക്കിയിട്ട് അവിടെ എങ്ങും തന്നെ മോളെ കാണാത്തത് കൊണ്ട് ആകെ ടെൻഷനായി. ഇനിയിപ്പോ എവിടെ പോയിട്ടുണ്ടാകും? ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, അതെ ഇതൊക്കെ ആ പെണ്ണിന്റെ പ്രശ്നമാണ്. അവള് ആ ശാലിനിയുടെ മകളുണ്ടല്ലോ, അവള് കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് സത്യഭാമ പറഞ്ഞു. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും മോളെ വഴക്ക് പറയേണ്ടി വന്നത്, ഞാനും എല്ലാരും വഴക്ക് പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്ന് സത്യഭാമ ശാലിനിയെയും മോളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് വിഷ്ണു സത്യഭാമയോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം സത്യഭാമ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാലും അതെല്ലാം ഇവിടെ എല്ലാവർക്കും പ്രശ്നമുള്ള കാര്യങ്ങളാണല്ലോ എന്ന് സത്യഭാമ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണം സംസാരിച്ചു. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ട് വന്ന കമലൻ ഐസിയിൽ കിടക്കുന്ന പപ്പിമോളെ നോക്കിക്കൊണ്ട് ആകെ ആശങ്കയോടെ നോക്കിയിരുന്നു. അതിനുശേഷം വേഗം തന്നെ തന്റെ ഫോൺ എടുത്ത് ആശാന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. വിഷ്ണു പപ്പിമോളെ കാണാത്ത ടെൻഷനിൽ അങ്ങനെ നിൽക്കുമ്പോ തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് വിഷ്ണു വേഗം കോൾ അറ്റൻഡ് ചെയ്തു. പറയടാ കമല എന്ന് ചോദിച്ചതും ഉടനെ കമലം പറഞ്ഞു, ആശാനെ നമ്മുടെ പപ്പിമോൾക്ക് ഒരു ആക്സിഡന്റ്. അത് കേട്ടതും പപ്പിമോൾക്കോ? എന്താടാ പറ്റിയത് എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു, ആശാനെ ഞാനിപ്പോ ഇവിടെ NM ഹോസ്പിറ്റലാണ്, ആശാൻ വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു. എന്താടാ പ്രശ്നം എന്ന് വീണ്ടും കമലിനോട് ആശങ്കയോടെ വിഷ്ണു അന്വേഷിച്ചപ്പോ കമലം പറഞ്ഞു, ആശാൻ ഒന്ന് വേഗം വാ ഇവിടേക്ക്, വന്നിട്ട് ഞാനെല്ലാം പറയാം, മോളിപ്പോ ICUലാണ് എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും സത്യഭാമ ചോദിച്ചു, എന്താടാ ആരാ വിളിച്ചത്? അത് പിന്നെ അമ്മേ നമ്മുടെ പപ്പിമോൾക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? അത് ശരി. ഇതൊക്കെ എങ്ങനെയാ വന്ന്? ഇത് ഈ വീട്ടിലിരുന്ന ആരും മോളെ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ച് സത്യഭാമ എല്ലാവരോടും ദേഷ്യപ്പെടുന്നു. ഉടനെ വിഷ്ണു കാര്യങ്ങളൊക്കെ എല്ലാവരോടുമായി അറിയിച്ചു. ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, എനിക്കൊന്ന് കാണണം മോളെ എന്ന് പറഞ്ഞ് പൊന്നിയും കേട്ട ഉടനെ തന്നെ സത്യഭാമയും വിഷ്ണുവും ഒപ്പം രോഹിത്തും ശ്യാമയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തി. ICUവിന് മുന്നിൽ നിൽക്കുന്ന കമലിനെ കേട്ട് അവിടേക്ക് വേഗം വിഷ്ണു ഓടിയെത്തി. എടാ എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ കമലം പറഞ്ഞു, വരുന്നത് കണ്ടിട്ടാണ് ഞാൻ മോളുടെ പിന്നാലെ ചെന്നത്. അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് മോളെ തട്ടി, അതാ സംഭവിച്ചത് എന്ന് രോഹിത്തിനോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഉടനെ ഇപ്പോ ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞോ എന്ന് രോഹിത് അന്വേഷിച്ചതും കമലം പറഞ്ഞു, ഇല്ല ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ ICUയിൽ മാത്രമാണ്, വേറൊന്നും ഡോക്ടർ ഇതുവരെയായിട്ടും ഇറങ്ങുമെന്ന് പറഞ്ഞില്ല എന്നറിയിച്ചു. ഇത് കേട്ടിട്ട് അപ്പുറത്ത് മാറി നിന്ന് പൊട്ടിക്കരയുന്ന ശ്യാമയെ കണ്ട് സത്യഭാമ അരികിലേക്ക് വന്നു. അതെ നീ എന്തിനാ എനിക്കറിയുന്നത്? അതെ കുട്ടികളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, അവരെ നോക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതാണ് ഒരച്ഛന്റെ അമ്മയുടെയും കടമ എന്നെല്ലാം രോഹിത് ശ്യാമയോട് സത്യഭാമ ദേഷ്യത്തോടെ സംസാരിച്ചു. ഇതെല്ലാം കേട്ടതും ഉടനെ സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു, അമ്മേ ഒന്ന് നിർത്ത്, നമ്മുടെ പപ്പിമോളുടെ കാര്യം ഒന്ന് അറിയട്ടെ, ഇപ്പോ അമ്മ ഇവിടെ നിന്ന് ബഹളം വെക്കാൻ നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് വേഗം വിഷ്ണു കമലിനോട് ചോദിച്ചു, അല്ല മോൾക്ക് ഇത് എവിടെ വെച്ച ആക്സിഡന്റ് ഉണ്ടായത്? ഉടനെ തന്നെ കമലം പറഞ്ഞു, അത് പിന്നെ ചേച്ചിയമ്മയുടെ വീടിനടുത്ത് വെച്ച ഏടത്തിയമ്മയുടെ വീടിനടുത്ത് വെച്ച എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും സത്യഭാമ അതിന്റെ പേരിൽ ശ്യാമയുടെ നേരെ തിരിഞ്ഞു. കണ്ടില്ലേ, അപ്പോ അവളെ കാണാനായിട്ട് പോയതാ, അവിടേക്ക് പോകുന്ന വഴിക്കാണ് ഇതുണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളും അവളുടെ ആ നശിച്ച മകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോ മുതലാണ് പപ്പിമോളുടെ സ്വഭാവം ഇങ്ങനെയല്ല ആയത്. എനിക്ക് കാണണം അവളെ, അവളിങ്ങോട്ട് വരുമല്ലോ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയെ കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ അരികിലേക്ക് എല്ലാവരും ഓടിയെത്തി ചോദിച്ചു, ഡോക്ടർ ഇപ്പം പപ്പിമോൾക്ക് എങ്ങനെയുണ്ട്? ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇപ്പം അഡ്മിറ്റ് ആയ ICUയിൽ കിടക്കുന്ന കുട്ടിയുടെ റിലേറ്റീവ്സ് ആണല്ലേ നിങ്ങൾ എന്ന് അന്വേഷിച്ചതും അതേന്ന് സത്യഭാമയെ എല്ലാവരും അറിയിച്ചു. എന്നാ
ഇപ്പോ കുട്ടിക്ക് ധാരാളം ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ കുട്ടിക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ് എന്നറിയിച്ചു. അത് കേട്ടതും അതും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവുമാണ്, റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ അറേഞ്ച് ചെയ്യണം എന്നറിയിച്ചു. ഉടനെ തന്നെ വിഷ്ണുവും കമലിനും പറഞ്ഞു, ശരി, ഞങ്ങള് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രോഹിത്തിനോട് അവിടെ നിന്നോളാൻ അറിയിച്ചു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ച് നോക്കാം, അവിടെ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ശ്യാമ ആകെ സങ്കടത്തോടെ പപ്പിമോളുടെ ഐസിയുന് മുന്നിലേക്ക് വന്ന് സങ്കടപ്പെട്ടങ്ങനെ നോക്കുമ്പോ സത്യഭാമ വീണ്ടും ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയത് നിന്റെ ചേച്ചിയും എല്ലാം കാരണമാണ്. അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശ്യാമയ്ക്ക് നേരെ തിരിയുമ്പോ ഇത് കേട്ട് എന്ന രോഹിത് അരികിലേക്ക് ചെന്നു. സത്യാമ്മേ, ശരിയാണ്, കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതിരുന്നത് ഞങ്ങളുടെ കൈപ്പിഴ കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് പാവൻ ശാലിനിയെ എന്ന് പറഞ്ഞതും, ദേ, നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. എനിക്കറിയാം നിനക്ക് നീ പറയാൻ വരുന്നത് എന്താണെന്ന്. എന്തായാലും അവളിങ്ങോട്ട് വരുമല്ലോ, എനിക്ക് അവളെ ഒന്ന് കാണണം, അവളോട് എനിക്ക് 4 വർത്താനം പറയാനുണ്ട് എന്ന രീതിയിൽ സത്യഭാമ ദേഷ്യത്തോടെ അങ്ങ് നോക്കുമ്പോ ആകെ സങ്കടത്തോടെ ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ മോളെ നോക്കി എല്ലാവരും 4 പാടും ബ്ലഡ് അറേഞ്ച് ചെയ്യാനായി ഓടി. ഈ സമയത്ത് വിഷ്ണുവും കമലിനും കൂടി ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ ചെന്നിട്ട് അവിടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല എന്ന് അറിഞ്ഞതോടെ ആകെ ടെൻഷനോടെ തിരിച്ച് ഐസിയുന് മുന്നിലേക്ക് അവരെത്തി. ഉടനെ രോഹിത് അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താ ബ്രോ, ബ്ലഡ് അറേഞ്ച് ചെയ്തോ എന്ന് ചോദിച്ചു. അവര് റെഡിയാക്കാമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ രോഹിത്തിന് അരികിലേക്ക് എത്തി രോഹിത് കമലിനോട് ചോദിച്ചു, കമല, എന്താ പറഞ്ഞത്? ഉടനെ കമലം പറഞ്ഞു, ഓ, അറേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാ അവര് പറഞ്ഞത്, ആകെ പ്രശ്നമുള്ള ഗ്രൂപ്പാണെന്നാ പറഞ്ഞത് എന്ന് കേട്ടതും രോഹിത്തിന്റെ ആ ടെൻഷൻ കണ്ട് വിഷ്ണു കമലിനെ ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ കമലിനെ വിഷ്ണു നോക്കി. അപ്പോഴേക്കും നേഴ്സ് വേഗം ഐസിയുവിന് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, അതെ, പത്മിനിയുടെ റിലേറ്റീവ്സ് അല്ലേ? എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ എന്ന് ചോദിച്ചതും നേഴ്സ് പറഞ്ഞു, അതെ, ഡോക്ടർ ബ്ലഡ് റെഡിയായോ എന്ന് ചോദിച്ചു. കുട്ടിയുടെ നില അല്പം ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ കുട്ടിക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നറിയിച്ചു. എല്ലാം കേട്ടിട്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന വിഷ്ണുവിനെയും കമലിനെയും നോക്കി. ഉടനെ കമലം പറഞ്ഞു, ആശാനെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേഗം ഒന്ന് ഈ കോളേജ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരിങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും നമുക്ക് പപ്പിമോൾക്ക് ബ്ലഡ് തരാനുള്ള സാഹചര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ആശാൻ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് കമലം വേഗം തന്റെ ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ വിളിച്ചു നോക്കി. അതിൽ നിന്ന് ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുന്നു. ഈ സമയത്ത് വേഗം പപ്പിമോളുടെ അവസ്ഥ മനസ്സിലാക്കിയ ശ്യാമ മറ്റാരും കാണാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്യാമ അവിടേക്ക് വന്നതും മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വേഗം തന്റെ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുന്നു. ശാലിനി ഈ സമയത്ത് ആകെ നിരാശയായി സങ്കടപ്പെട്ട് അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോ ശ്യാമയുടെ കോള് ശാലിനിയെ തേടിയെത്തി. ശാലിനി കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ ശ്യാമേ, നീ എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും പെട്ടെന്ന് ശ്യാമ, അതെ കുഞ്ഞേച്ചി, നമ്മുടെ പപ്പിമോള് കുഞ്ഞേച്ചിയെ കാണാൻ വന്നതാ. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മോൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പം എന്നെ ഹോസ്പിറ്റലിൽ ഐസിയിലാണ്. മോൾക്ക് ബ്ലഡ് കുറെ പോയി, O നെഗറ്റീവ് ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് ബ്ലഡ് കിട്ടാനും വളരെ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. കുഞ്ഞിനെ രക്ഷിക്കാൻ വേറൊരു നിവൃത്തിയില്ല. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇപ്പം ബ്ലഡ് കൊടുക്കാനും പറ്റുന്ന സാഹചര്യം അല്ലല്ലോ, അസുഖമായിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കുഞ്ഞേച്ചി ഒന്ന് വരുവോ, നമ്മുടെ പപ്പിമോളുടെ ജീവൻ ആപത്താണ് എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമയെ സമാധാനിപ്പിക്കാൻ ശാലിനി പറഞ്ഞു, മോളെ, നീ ടെൻഷൻ ആവാതെ, ഞാൻ ഇപ്പൊ തന്നെ എത്താം, നമ്മുടെ പപ്പിമോൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഉടനെ എത്താം, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അത് മാത്രമല്ല കുഞ്ഞേച്ചി, ഇവിടെ സത്യാമ്മ വിവരം അറിഞ്ഞപ്പോ മുതൽ കുഞ്ഞേച്ചിയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരിക്കുക. കുഞ്ഞേച്ചിയെ കണ്ട സത്യാമ്മ നന്നായിട്ട് ചീത്ത പറയും. കുഞ്ഞേച്ചി കാരണമാ ഇത് സംഭവിച്ചെന്നൊക്കെ രീതിയിലാണ് സത്യാമ്മയുടെ പെരുമാറ്റം. അതുകൊണ്ട് കുഞ്ഞേച്ചി ഒരു കാരണവശാലും സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് പെടരുത് എന്ന് ശാലിനിയോട് ശ്യാമ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, ഇല്ലടി, ഞാൻ സത്യാമ്മയുടെ മുന്നിൽ പെടാതെ തന്നെ അവിടേക്ക് വന്നോളാം, നീ സമാധാനത്തോടെ ഇരിക്കെ, പപ്പിമോൾക്കൊന്നും സംഭവിക്കില്ല, നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ ഫോൺ വയ്ക്കാനായി ശ്യാമയോട് അറിയിച്ചു. ശ്യാമ ഫോൺ വെച്ച് കുഞ്ഞേച്ചി ഉടനെ എത്തുന്നുള്ള സമാധാനത്തിൽ ശ്യാമ അങ്ങനെ കാത്തുനിന്നു. ഈ സമയത്ത് ശാലിനി പെട്ടെന്ന് ഫോൺ കട്ടായതോടെ ആലോചിച്ചു, തൽക്കാലം അമ്മയോട് ഇക്കാര്യം പറയണ്ട, അമ്മയോട് പറഞ്ഞ അമ്മയ്ക്കാകെ ടെൻഷനും വിഷമമാകും, എന്തായാലും രാമേട്ടനെ വിളിക്കാം എന്ന് ശാലിനി തീരുമാനിച്ചു. അല്പസമയത്തിനുള്ളിൽ ശാലിനി രാമേട്ടനെ വിളിച്ചതും രാമേട്ടൻ കാറുമായി എത്തി ശാലിനി വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് പപ്പിമോൾക്ക് ബ്ലഡ് കൊടുക്കാനായി ആരെയും
കണ്ടെത്താൻ കഴിയാത്തതിന്റെ നിരാശയിൽ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നോർത്ത് ആകെ സങ്കടത്തോടെ രോഹിത്തും ആ, മറ്റെല്ലാവരും ആകെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ കമലം വീണ്ടും ആ കോളേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. കമലിന് അരികിലേക്ക് എത്തിയ വിഷ്ണു വളരെ പ്രതീക്ഷയോട് ചോദിച്ചു, എന്താ എന്തേലും കാര്യമുണ്ടോ? ആരെങ്കിലും കിട്ടുവോടാ? ഉടനെ എത്തുവോ ആരെങ്കിലും എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു, ആശാനെ, ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് അവര് ആരും ഒന്നും പറയുന്നില്ല. ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞവരും വിളിക്കുന്നില്ലല്ലോ ആശാനെ. ആകെ വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ആശാനെ എന്ന് സങ്കടത്തോടെ കമലിനെ അറിയിച്ചു. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ രോഹിത് ചോദിച്ചു, എന്തായി, എന്റെ മോൾക്ക് ബ്ലഡ് കൊടുക്കാൻ ആരുമില്ലേ ബ്രോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് രോഹിത്തിനോ അരികിലേക്ക് വന്ന് പറഞ്ഞു, എന്റെ പപ്പിമോളെ എനിക്ക് നഷ്ടമാകുമോ ബ്രോ? അവളെ എനിക്ക് നഷ്ടമായ ഈ ലോകത്ത് എന്റേതെന്ന് പറയാൻ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ ബ്രോ. അവളെ എനിക്ക് നഷ്ടമായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് രോഹിത് പറഞ്ഞു. ഇത് കേട്ടതും ഉടനെ വിഷ്ണു പറഞ്ഞു, എന്താടാ നീ പറയുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ സമാധാനത്തോടെ ഇരിക്കെ. നമ്മുടെ പപ്പിമോൾക്ക് ഒരാപത്തും വരില്ല. ഞാനല്ലേ പറയുന്നത്. അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല. സമാധാനത്തോടെ ഇരിക്കെ. പപ്പിമോൾക്ക് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരോ ഒരാളുടെ വിളി നമ്മുടെ പപ്പിമോൾക്ക് വേണ്ടി എത്തും. എനിക്ക് തീർച്ചയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരോ ഒരാൾ നമ്മളെ സഹായിക്കാനായിട്ട്, നമ്മുടെ പപ്പിമോളെ രക്ഷിക്കാനായിട്ട് എത്തും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. നീ സമാധാനത്തോടെ ഇരിക്കുകയെന്ന് വിഷ്ണു രോഹിത്തിനെ സമാധാനപ്പെടുത്തുന്നു. അത് കേട്ടതും രോഹിത് ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും ശ്യാമ വിശാലിനി അവിടേക്ക് എത്തിയോ എന്നറിയാനായി വേഗം ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് രോഹിത്തിനെ സമാധാനപ്പെടുത്തിയിട്ട് വാ രോഹിത്, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് പോകുമ്പോ, എടാ കമല, നീ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കണേ എന്ന് വിഷ്ണു കമലിനോട് വിളിക്കാനായി പറഞ്ഞിട്ട് രോഹിത്തിനെയും വിളിച്ച് അകത്തേക്ക് കയറി. ഈ സമയത്ത് ശാലിനി വേഗം വാതിക്കലേക്ക് വന്നു. ശാലിനി വണ്ടിയിൽ വന്നിറങ്ങുമ്പോ ശ്യാമ വേഗം അവിടേക്ക് എത്തി. ഓടിയെത്തിയതും ശാലിനിയെ കണ്ട ഉടനെ ശ്യാമ അരികിലേക്ക് ഓടി വന്നു. കുഞ്ഞേച്ചി, സത്യാമ്മ ഐസിന് മുന്നിലുണ്ട് എന്ന് പറഞ്ഞതും, മോളെ, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കാതെ, ഞാൻ പപ്പിമോളുടെ അടുത്തൊരു പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയുടെ കൂടെ വേഗം ആ ഐസിന് അരികിലേക്ക് ഓടുന്നു. ഈ സമയത്ത് ശ്യാമ പറഞ്ഞു, അതെ കുഞ്ഞേച്ചി, വാതിൽക്കൽ തന്നെ ഇരിക്കുകയാണ് സത്യാമ്മയുടെ കണ്ണിൽ പെടല്ലേ. കുഞ്ഞേച്ചി ഇവിടെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നോ എന്ന് അന്വേഷിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചില്ല. എന്തായാലും നീ ടെൻഷൻ ആവാതെ, ഞാൻ ഉടനെ തന്നെ എന്താന്നാ ചെയ്തോളാം, നീ ടെൻഷൻ ആവണ്ട. ഇപ്പൊ തന്നെ ഞാൻ കുഞ്ഞിന് വേണ്ട ബ്ലഡ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെയും മറ്റെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ശാലിനി ഐസിയിലേക്ക് കിടക്കണം. അങ്ങനെ അവിടെ ഐസിയിൽ കിടന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന പപ്പിമോൾക്ക് അരികിലേക്ക് ചെന്ന് ശാലിനി പപ്പിമോൾക്ക് വേണ്ട ബ്ലഡ് നൽകുന്നു. അപ്പോഴേക്കും ശാലിനി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ഡോക്ടർ ചോദിച്ചു, അല്ല, കുട്ടിയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോ, ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് ശാലിനി പറയാനൊരുങ്ങിയിട്ട് പെട്ടെന്ന് ശാലിനി പറഞ്ഞു, എന്റെ അനുജത്തിയുടെ, എന്റെ സഹോദരിയുടെ മോളാണ് പപ്പി എന്ന് ശാലിനിയും മറുപടി നൽകുന്നു. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, കുട്ടിയുടെ നില അല്പം ക്രിട്ടിക്കലാണ്. ബ്ലഡ് കിട്ടാതിരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും എന്നാലാവുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ് എന്ന് ഡോക്ടർ ശാലിനിയോട് അറിയിച്ചു. ശാലിനി ആകെ ടെൻഷനോടെ തന്റെ മകളെ കുറിച്ചാണ് ഡോക്ടർ പറയുന്നതെന്ന് പോലും പറയാൻ പോലും കഴിയാതെ ശാലിനി ആകെ വിഷമത്തോടെ ഡോക്ടറെ നോക്കി. അപ്പോഴേക്കും ഐസിനു വാതുക്കെ നിൽക്കുന്ന സത്യഭാമയ്ക്ക് അരികിലേക്ക് ശ്യാമ ഓടിയെത്തി. ശ്യാമയോട് സത്യഭാമ ചോദിച്ചു, എന്തായി, ആരെങ്കിലും വന്നോ? മോൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് ആരെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, അത് അവര് ശ്രമിക്കുന്നുണ്ട് സത്യാമ്മേ, അവര് വിളിച്ചു നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഇത്രയും നേരമായിട്ട് മോളെ രക്ഷിക്കാൻ ആരും എത്തിയില്ലേ? നീ ആരെങ്കിലും വന്നോന്നറിയാവല്ലോ, നീ അങ്ങോട്ട് ചെല്ല്, എവിടെയാണെന്നും അറിയാവല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയെ അവിടെ നിന്ന് സത്യഭാമ വേഗം രോഹിത്തിന്റെയും വിഷ്ണുവിന്റെയൊക്കെ അരികിലേക്ക് പറഞ്ഞയച്ചു. ശ്യാമ അവിടേക്ക് പോകുമ്പോൾ സത്യഭാമ ആകെ പ്രാർത്ഥനയോടെ ആ ഐസിന് മുന്നിൽ തന്നെ നിന്നു. ഇതേ സമയം ശാലിനി മോൾക്ക് വേണ്ടത്രയും ബ്ലഡ് തന്റെ ശരീരത്തിൽ നിന്ന് നൽകി തന്റെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരമ്മയ്ക്ക് ചെയ്യാവുന്നതിലെ അങ്ങേയറ്റം സഹായം തന്നെ കൊണ്ടാകുന്ന അത്രയും വലിയൊരു സഹായം ചെയ്തുകൊണ്ട് ശാലിനി എല്ലാം മനസ്സിലടക്കി വെച്ച് തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായി സത്യാമ്മയുടെയും മറ്റെല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ആ ഐസിയുയിൽ എത്തി കുഞ്ഞിന് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥയിലായിരുന്ന പപ്പിമോള് പപ്പിമോളുടെ നില കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ട് ശാലിനി ഡോക്ടറുടെ സന്തോഷവും ഉടനെ കുഞ്ഞ്
നേരെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാനായി ശാലിനി പുഞ്ചിരിയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നു.